രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. നിനക്കെന്താ പറ്റിയത്? കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ പോവല്ലേ? എല്ലാം നമ്മൾ വിചാരിച്ച പോലെയാണോ പോകുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് സുമേഷ്. അമൃതയെ കബളിപ്പിച്ച് ഡോക്യുമെന്റ്സ് വാങ്ങി എന്നുള്ളത് ശരിയാ. ഒറിജിനൽ ആധാരം പോലീസിനെ കൊണ്ട് കസ്റ്റഡിയിൽ എടുപ്പിക്കാമെന്ന് കലാൻഡി പറഞ്ഞതും ഓക്കെ. പക്ഷേ എന്തോ ഒരു പക്ഷേ. ആ ഡോക്യുമെന്റ് ഇപ്പോഴും കലാൻഡിയുടെ കയ്യില്. അത് നമ്മുടെ കയ്യിൽ കിട്ടിയാലേ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കൂ. അതെന്തിനാ? നിന്റെ പേരിലല്ലേ ഡോക്യുമെന്റ് എല്ലാം എഴുതിയിരിക്കുന്നേ? പിന്നെ ആന്റി എന്ത് ചെയ്യാനാ? കലയാന്റിയെ സുമേഷിന് അറിയാത്തോണ്ട് അന്ന് തന്നെ അവര് പറഞ്ഞത് ഓർമ്മയില്ലേ, എനിക്ക് 25 ലക്ഷം രൂപ തന്നേക്കാന്ന്. ആ ഇടപാടിൽ നമുക്കുണ്ടാവാൻ പോകുന്നതേ ലാഭമല്ല, നഷ്ടമാ. ചുമ്മാ 25 ലക്ഷം രൂപ കിട്ടുകയല്ലേ ദിവ്യയെ? കഷ്ടം. കണക്ക് കൂട്ടാൻ പോലും അറിയാത്തൊരു കഴുതയായി പോയല്ലോ സുമേഷ്. ആധാരം കലയാന്റിയുടെ പേരിലായ നമുക്ക് 25 ലക്ഷം രൂപ അവരെ തരുമെന്ന് തന്നെ വിചാരിച്ചോ. പക്ഷേ അതോടെ അഖിലയുടെ കല്യാണം അങ്ങ് മുടങ്ങും. അമൃത തരാമെന്ന് പറഞ്ഞ 60 പവന്റെ സ്വർണം നമുക്ക് പിന്നെ കിട്ടുമോ? 60 പവനിപ്പോ 35 ലക്ഷം രൂപ വിലയുണ്ട്. 35 ലക്ഷം രൂപ വേണ്ടാന്ന് വെച്ചിട്ട് 25 ലക്ഷം വാങ്ങുന്നത് ലാഭമോ നഷ്ടമോ? ശരിയാണല്ലോ, അത് നഷ്ടക്കച്ചവടമല്ലേ? നമ്മളെ ഈ വഴിക്ക് ചിന്തിക്കുമെന്ന് ആന്റി കരുതി കാണില്ല. അതാ ഈ 25 ലക്ഷത്തിന്റെ ഓഫർ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം. ചെയ്തേ പറ്റൂ. വഴിയൊക്കെ ഉണ്ട് സുമേഷേ. സുമേഷ് എന്റെ കൂടെ നിന്നാ മതി. ഹലോ. സഹദേവ, ഞാൻ ചന്ദ്രസേന. മനസ്സിലായി. എപ്പോഴും വിളിക്കാറില്ലെങ്കിലും ഈ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ അമൃതമോളുടെ നിശ്ചയം പറയാൻ വേണ്ടി വിളിച്ചാ. ഞാൻ അറിഞ്ഞു. അഖില ആകാശിനോട് പറഞ്ഞായിരുന്നു. മാർച്ച് 5-ാം തീയതി അല്ലേ? അതെ അതെ. പിന്നെ അമ്മാവനെ ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ടിരുന്നത് സഹദേവനല്ലേ. എന്നാലും പറയാനും വിളിക്കാനും ഒരു താല്പര്യം. അത് തന്നെ. ചന്ദ്രന്റെ മനസ്സ് മാറിയത് എത്ര നന്നായി. കുട്ടികൾക്കൊരു തുണയായില്ലേ? സഹദേവ, അംബികയോട് ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം. മാർച്ച് 5-ന് എൻഗേജ്മെന്റ്, കല്യാണം ഏപ്രിൽ 4-ന്. ഈ 3 പേരും കല്യാണം ഒരുമിച്ച് നടത്തിയാ പോരെ? ഒറ്റ മണ്ഡപത്തില്. അങ്ങനെ തന്നെയാ വിചാരിച്ചിരിക്കുന്നേ. കുട്ടികളുടെ സൗകര്യം കൊണ്ട് നോക്കിയിട്ട് തീരുമാനിക്കാം. ഇതിപ്പോ ഇവിടെ വെച്ച് തന്നെ ഒരു മോതിരം മാറൽ ചടങ്ങ് ചെറിയ തോതിൽ നടത്തിയാൽ മതി. കല്യാണം നമുക്ക് കേമമാക്കാം. അത് മതി. അഭിമന്യുവിന്റെ വീട്ടുകാർക്കും അതാ താല്പര്യം. എന്നാ ശരി, ഞങ്ങളൊക്കെ എത്തിക്കോളാം. ഓ ശരി. ആരായിരുന്നു ഈ ചന്ദ്രസേനൊന്ന് മാറ്റം ഞാൻ ആലോചിക്കുന്നതേ. നല്ലൊരു അച്ഛനായി മാറി. അയാളെ ശരിക്കങ്ങോട്ട് വിശ്വസിക്കൊന്നും വേണ്ട. കലാവതിയുമായി തെറ്റിയപ്പോ അയാൾ മര്യാദക്കാരനായി. ഇനി വേറെ ഏതെങ്കിലും പെണ്ണിനെ കണ്ടാ മനസ്സ് മാറില്ലെന്ന് ആര് കണ്ടു? ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല ഒരു കാലത്തും. 3 കല്യാണം ആർഭാടായിട്ട് നടത്തിയാലേ അമൃതയുടെ കയ്യിലെ കാശ് മുഴുവൻ തീരൂലേ? അവസാനം സ്വർണം എടുത്തെങ്ങാനും വിൽക്കോ? നിന്റെ കുഴപ്പം ഇതാ, നല്ല ഒന്നും ചിന്തിക്കത്തില്ല, പറയുകയില്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.